നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് പോകാം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയർ, ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രസ്താവന രീതിയിലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ശാരദ മുരളീധരൻ. അത് തന്നെ ആദ്യം പഠിക്കാം. കേരളത്തിന്റെ 49ാമത്, സൈറ്റിൽ 50 എന്ന് കൊടുത്തിട്ടുണ്ട്, അതൊരു മിസ്റ്റേക്ക് ആണ്. 49ാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഓഗസ്റ്റ് മാസം 31, 2024 ഓഗസ്റ്റ് മാസം 31 വിരമിച്ച വി വേണു, ചീഫ് സെക്രട്ടറി ആയ വി വേണുവിന്റെ ഭാര്യയാണ് ശാരദ മുരളീധരൻ. അപ്പോ ഭർത്താവ് വിരമിച്ച ശേഷം തൊട്ടടുത്ത് തന്നെ ഭാര്യ ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ദമ്പതികള് ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്, പക്ഷെ ഒരാൾക്ക് തൊട്ട് പിന്നാലെ ആദ്യമായിട്ടാണ് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിരമിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെ തന്റെ പങ്കാളിയാകുന്നത് ഇതാദ്യമായിട്ടാണ്. ശാരദ മുരളീധരൻ വി വേണുവിന്റെ ഭാര്യയാണ്. 49ാമത് ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി. കൂടാതെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആകുന്ന 5ാമത്തെ വനിത കൂടിയാണ് ശാരദ മുരളീധരൻ. അപ്പൊ മറ്റ് വനിതകൾ ആരൊക്കെ? അപ്പൊ ഇങ്ങനെ ചോദിക്കാം. ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ച വനിതകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ, ഉൾപ്പെടാത്തവർ ആരൊക്കെ എന്നൊക്കെ ചോദിക്കാം. അപ്പോ ആരൊക്കെയാണ് ആ വനിതകൾ? ആദ്യത്തേത് പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ. രണ്ടാമത്തത് ലിസി ജേക്കബ്. ലിസി ജേക്കബ്. മൂന്നാമത്തത് നീല ഗംഗാധരൻ. നാലാമത്തത് നളിനി നെറ്റോ. അഞ്ചാമത്തെ വനിതയാണ് ശാരദ മുരളീധരൻ. നമ്മൾ ദമ്പതികളുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചീഫ് സെക്രട്ടറിമാരായ ദമ്പതികൾ ആരൊക്കെയാണ്? പത്മ രാമചന്ദ്രനും വി രാമചന്ദ്രനും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ ദമ്പതികളാണ്. ലിസി ജേക്കബും ബാബു ജേക്കബും, രണ്ടാമത്തെ വനിതയില്ലേ ലിസി ജേക്കബ്, ലിസി ജേക്കബും ബാബു ജേക്കബും ദമ്പതിമാരായിരുന്നു. ഓക്കെ, ഇപ്പോ വി വേണുവും ശാരദ മുരളീധരനും. അപ്പൊ പറഞ്ഞ ഫാക്ട്സ് എത്രയാണ്? കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ശാരദ മുരളീധരനാണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആയ വി വേണുവിന്റെ ഭാര്യ കൂടിയാണ് ശാരദ മുരളീധരൻ. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആകുന്ന 5ാമത്തെ വനിതയാണ് ശാരദ മുരളീധരൻ. ആദ്യത്തെ വനിത പത്മ രാമചന്ദ്രൻ, രണ്ടാമത്തെ വനിത ലിസി ജേക്കബ്, മൂന്നാമത്തത് നീല ഗംഗാധരൻ, നാലാമത്തത് നളിനി നെറ്റോ. ദമ്പതികൾ, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ ദമ്പതികൾ ആരൊക്കെയാണ്? പത്മ രാമചന്ദ്രനും വി രാമചന്ദ്രനും, ലിസി ജേക്കബും ബാബു ജേക്കബും, ഇപ്പോൾ ശാരദ മുരളീധരനും വി വേണു. ആ ഫാക്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചില്ലേ? അടുത്തയിലേക്ക് പോകാം. അടുത്തത് നാറ്റോയെ പറ്റിയുള്ള ഒരു ഫാക്ട് ആണ്. നാറ്റോ ഇപ്പോ PS കണ്ടിന്യൂസ് ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ നാറ്റോയെ പറ്റി പഠിക്കുന്നുണ്ട്. SCERT-യിൽ നാറ്റോയെ പറ്റി പഠിക്കുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പൊ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്നത് ആരാണ്? ഒക്ടോബർ മാസമാണ് ചുമതലയേൽക്കുന്നത്. 2024 ഒക്ടോബർ മാസം നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനാകുന്നത് മാർക്ക് റൂട്ടെയാണ്. മാർക്ക് റൂട്ടെ. ആരുടെ പിൻഗാമിയായിട്ടാണ് സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനാകുന്നത് എന്ന് ചോദിച്ചാൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗിന്റെ പിൻഗാമിയായിട്ട്. ജെൻസ് സ്റ്റോൾട്ടൻബർഗിന്റെ പിൻഗാമിയായിട്ടാണ് മാർക്ക് റൂട്ടെ ചുമതലയേൽക്കുന്നത്. നാറ്റോ സ്ഥാപിതമായ വർഷം 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. 2024 75ാം വാർഷികം ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതും നാറ്റോയാണ്. അങ്ങനെ ഒരു സവിശേഷത ഉള്ളതുകൊണ്ടാണ് നാറ്റോയുടെ ചോദ്യങ്ങൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് PSC ചോദിക്കുന്നത്. 2024 75ാം വാർഷികം
ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത്? നാറ്റോ. 1949 ഏപ്രിൽ മാസം 4-നാണ് നാറ്റോ സ്ഥാപിതമായത്. ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. ക്ലിയർ. അടുത്തത് ISRO അടുത്തിടെ നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം RLV എന്ന് പറയും. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പേരെന്ത്? കഴിഞ്ഞൊരു എക്സാമിനും ഈ ഒരു ഫാക്ട് ചോദിച്ചു. പുഷ്പക്. പുഷ്പക് എന്നത് RLV ആണെന്ന് ഓർക്കുക. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഡെവലപ്പ് ചെയ്തത് ISRO ആണ്. പുഷ്പക്. ഓക്കെ. ഈ പുഷ്പകിന്റെ അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ജെ മുത്തുപ്പാണ്ഡ്യനാണ്. ജെ മുത്തുപ്പാണ്ഡ്യനാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ. മിഷൻ ഡയറക്ടർ. ഓക്കെ. IMF അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMFന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതയായത് ആര്? ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. IMFന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതയായത് ക്രിസ്റ്റലീന ജോർജീവയാണ്. ക്രിസ്റ്റലീന ജോർജീവ. IMFന്റെ മറ്റൊരു ഫാക്ട്, IMF പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്ത് അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ദക്ഷിണ സുഡാനാണ്. സൗത്ത് സുഡാൻ. IMF പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാൻ. IMFന്റെ MD ആയി, മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ഓക്കെ. പറഞ്ഞ ഫാക്ട്സ്. ചീഫ് സെക്രട്ടറി, പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേര് പറഞ്ഞു. വനിതയാണ് ശാരദാ മുരളീധരൻ. 5ാമത്തെ വനിതയാണ്. 49ാമത് ചീഫ് സെക്രട്ടറിയാണ്. ഇതുവരെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ വനിതകളുടെ പേര്, ദമ്പതിമാരുടെ പേര് ഇത്രയൊന്ന് ഓർത്തിരിക്കുക. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനാകുന്ന ഡച്ച് പ്രൈം മിനിസ്റ്റർ ആണ് ഇദ്ദേഹം. ആ ഒരു പോയിന്റ് കൂടി അവിടെ ഓർത്തിരിക്കാം. ഡച്ച് പ്രൈം മിനിസ്റ്റർ ആണ് മാർക്ക് റൂട്ടെ. ആരുടെ പിൻഗാമിയായിട്ടാണ് ഈ ചുമതലയേൽക്കുന്നത്? ജെൻസ് സ്റ്റോൾട്ടൻബർഗിന്റെ പിൻഗാമിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്. നാറ്റോ രൂപീകരിച്ച വർഷം 1949 ഏപ്രിൽ മാസം 4. ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. 2024 75ാം വാർഷികം ആചരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന കൂടിയാണ് നാറ്റോ. പുഷ്പക് എന്നത് ISRO ഡെവലപ്പ് ചെയ്ത RLV ആണ്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. ഈ ഒരു മിഷന്റെ ഡയറക്ടറിന്റെ പേരെന്ത്? ജെ മുത്തുപ്പാണ്ഡ്യൻ എന്നതാണ്. IMFന്റെ MD ആയി, മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ആര്? ക്രിസ്റ്റലീന ജോർജീവ. IMF പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്ത് അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത്? ദക്ഷിണ സുഡാൻ. ഓക്കെ. ഇത്രയും ഫാക്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്, എന്നാലും പറഞ്ഞ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മുടെ 2024 ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, ഞാൻ കറണ്ട് അഫയേഴ്സ് 2024 എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇടുന്ന ക്ലാസ്സുകളെല്ലാം ആ പ്ലേലിസ്റ്റിനകത്ത് ഇടും കേട്ടോ. ഏതൊരു എക്സാം വന്നാലും അതിലെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് എടുത്ത് റിവൈസ് ചെയ്തുകൊണ്ട് പോകണം. എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.